ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ഞാൻ ഈ പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ വരുന്ന പെരുന്നാൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് സേമിയ പായസമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കാണുന്ന വലുപ്പത്തിലുള്ള 3 ക്യാരറ്റ്, പിന്നെ 1.5 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1 ലിറ്റർ പാലിലേക്കുള്ള മെഷർമെൻറ്റാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ബ്ലേഡ് 2 ടൈപ്പ് ഉണ്ടാകും, കുറച്ച് ചെറുതും വലുതും ഉണ്ടാകും. അപ്പോൾ വലുതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അപ്പോഴേ കടിക്കാനൊക്കെ അത്യാവശ്യം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോയും ക്യാരറ്റും നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നെയ്യ് കുറഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ഒരു റോ സ്മെല്ല് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ മാറി നന്നായിട്ടൊരു നെയ്യിൻ്റെ സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല. ഇതും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പാലെടുത്ത ബോട്ടിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയെടുത്തു. അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്ക പൊടി ഇല്ലെങ്കിൽ ഏലക്ക ചേർത്താലും മതി, ഒരു 5-6 എണ്ണം ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഷുഗർ ഇപ്പോൾ 1 ലിറ്റർ അളവിലേക്ക് എന്തായാലും കുറവായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ എത്ര ഷുഗർ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 ടിന്നാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ഒരു മധുരം കറക്റ്റാണ്. നിങ്ങൾക്ക് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റും പൊട്ടാറ്റോയും കുക്കായി കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാകും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ സേമിയയും കുക്കായി കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ക്യാരറ്റ് ചേർത്തുകൊണ്ട് പായസം കാണാൻ നല്ലൊരു കളറാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് വറവിടണം. അതിനുവേണ്ടി ഒരു ചെറിയ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും ജസ്റ്റ് ഒന്ന് വറുത്ത് പായസത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പായസം തന്നെയാണ്. എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടമാകും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.